സദാചാര മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ തീരെയില്ല. അതിന് പ്രധാനപ്പെട്ട പങ്ക് തിരഞ്ഞെടുപ്പിലെ അമിതമായിട്ടുള്ള ചിലവാണ്. പണ്ട് നിസ്വാർത്ഥ സേവകരായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ ചെലവേറിയതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പാരഫെർനേലിയ മാത്രമല്ല, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് അവർ പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു ഇപ്പൊ ഈ ഭാഗ്യവശാൽ ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയം വളരെ കുറവാണ്, 10-15 ദിവസം മാത്രം. എങ്കിലും അവർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ അതിനുള്ള കൂലിയായി പ്രചാരണത്തിന് ഇറങ്ങുന്നവർക്ക് കാശ് കൊടുക്കണം, ആഹാരം കൊടുക്കണം, പിന്നെ അനുബന്ധമായുള്ള എല്ലാ സംഭവങ്ങളും നൽകണം. അതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെയും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ? ഞാനൊരു അനുഭവം പറയാം. 2022 മാർച്ചിൽ ഞാൻ പഞ്ചാബിൽ പോയി. പഞ്ചാബിലെ ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് നയിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെതിരായി ഡൽഹി മാതൃകയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന നിലയിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അതിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. നിയമസഭയിൽ കുറച്ച് സീറ്റ് കിട്ടി. 2022 അമരേന്ദ്ര സിംഗ് ഭരണത്തെ വലിച്ചു പുറത്തിടുക എന്ന മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പിൽ വളരെ സീരിയസ് ആയി ഒരു മത്സരം ആം ആദ്മി പാർട്ടി കാഴ്ചവെക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ പഞ്ചാബിൽ പോയത്. അപ്പം ഡൽഹിയിൽ നിന്നൊരു ട്രെയിനിലാണ് പോകുന്നത്. ആദ്യം ഹരിയാനയിലെ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട്, അത് 2 സൈഡും ഗോതമ്പ് നെൽപ്പാടങ്ങളാണ്. ഇന്ന് പഞ്ചാബിലേക്ക് പ്രവേശിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് 2 സൈഡിലും കോൺഗ്രസിന്റെ പതാകകൾ, ഒരു കോൺഗ്രസ് ഓഫീസിന്റെ നടുവിലൂടെ ഒരു ട്രെയിൻ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും കോൺഗ്രസിന്റെ പതാകകൾ, നെൽപ്പാടങ്ങൾ മറച്ചുകൊണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ അവിടെ BJP പതാക ദൂരെ കാണുന്നു. പിന്നെ ഒരു ദീർഘകാലം പഞ്ചാബ് ഭരിച്ച SID പാർട്ടിയുടെ കൊടികളും കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.